അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു സത്യവിശ്വാസിക്കും സത്യവിശ്വാസിനിക്കും തന്റെ ശരീരത്തിലും സമ്പത്തിലും സന്താനത്തിലും പരീക്ഷണമുണ്ടായിക്കൊണ്ടിരിക്കും. അയാൾ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ അപ്പോൾ അതാ യാതൊരു തെറ്റുമുണ്ടാകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സർവ്വനഷ്ടങ്ങളും അല്ലാഹു നിനക്ക് തരും. പക്ഷേ ഈ നഷ്ടങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോ ക്ഷമിച്ചിട്ട് അവൻ അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോ പാവങ്ങൾ ചെയ്യാത്തവനെ പോലെ അല്ലാഹുവേ ഒരു തെറ്റും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. അവൻ അങ്ങനെ അല്ലാഹുവിനെ കണ്ടുമുട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും സംഭവിക്കുന്നത് പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. സത്യവിശ്വാസി ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ അവന് കഴിയുകയില്ല. കാരണം ആത്മഹത്യ ചെയ്യുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, അത് ചെയ്യുന്നതിലൂടെ അവനുണ്ടാകുന്ന നഷ്ടമെന്തെന്നറിയുമോ? പരീക്ഷണത്തിൽ അവന് പരാജയപ്പെട്ടു പോകല. പടച്ചവനെ, കടം വരുമ്പോ എങ്ങനെയെങ്കിലും കടം വീട്ടണമല്ലോ. കടം ജീവിതത്തിലുണ്ട്. ആരോ ഒരാളെന്ന് പറഞ്ഞു, ഷിഹാബുക്കാന്ത് ആരോ ഒരാൾ പറഞ്ഞു, ഉസ്താദ് എനിക്ക് 1 കോടി രൂപയുടെ കടമുണ്ടെന്ന്. എന്നിട്ട് ചിരിക്കണം മുഖത്തോന്ന്. എന്റെ പൊന്നാര ചങ്ങാതി, കടമുണ്ടെന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്ത കടത്തിന് പരിഹാരമാവോ? പെണ്ണും പിള്ളയും മക്കളുടെ കാര്യം പോയി, അത്രയുള്ളൂ. നീ അങ്ങ് പോകും പള്ളിക്കുടിയിൽ, നിന്റെ ഭാര്യയും മക്കളുടെയും വീടിന്റെ മുന്നിൽ പൈസയ്ക്ക് വേണ്ടി ആള് വന്നിരിക്ക, അപ്പം പരിഹാരമല്ല. അല്ലാഹ് എന്തേ പറഞ്ഞ്, എടാ നിനക്ക് കടമുണ്ടോ? കടമുണ്ടെങ്കിൽ അത് കൊടുക്കണമെന്നുള്ള ബോധം നിനക്കുണ്ടെങ്കിൽ ഞാൻ നിന്റെ കടം വീട്ടിത്തരും. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിനക്ക് സാമ്പത്തികമായി കടമുണ്ടെങ്കിൽ ആ കടം വീട്ടണം. എനിക്ക് കടമുണ്ട്, മരിക്കുന്നതിന് മുമ്പ് ഇത് വീട്ടണം എന്നുള്ള ബോധം നിനക്കുണ്ടെങ്കിൽ, ആ ഓർമ്മ നിനക്കുണ്ടെങ്കിൽ, അല്ലാഹു